ഡിസംബർ 25-ന് രാവിലെ 1:32 വിമാനം ദുബായ് വ്യോമസേന എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അവിടെ വെച്ച് പേടിച്ച് അത്യാസന്ന നിലയിലായ 27 യാത്രക്കാരെ ഭീകരർ മോചിപ്പിച്ചു. കൂടാതെ ഭീകരന്മാരുടെ വെടിയേറ്റ് മരിച്ച രൂബിൻ കത്തിയാൽ എന്ന യുവാവിന്റെ മൃതദേഹം ഭീകരർ വിമാനത്തിൽ നിന്നും എയർപോർട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ദുബായ് എയർപോർട്ടിൽ നിന്നും വീണ്ടും റീഫ്യൂവൽ ചെയ്ത വിമാനം ബാക്കിയുള്ള 162 പേരുമായി രാവിലെ 6:20-ന് ദുബായ് എയർപോർട്ടിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ വിമാനത്താവളത്തിലേക്ക് ഭീകരന്മാരുടെ നിർദ്ദേശപ്രകാരം യാത്രയായി. ആയിരത്തി 1999 ഡിസംബർ 24 വൈകുന്നേരം. സ്ഥലം നേപ്പാളിലെ ത്രിഭുവൻ ഇന്റർനാഷണൽ എയർപോർട്ട്. 179 യാത്രക്കാരും 11 ക്രൂ മെമ്പേഴ്സുമടക്കം 190 പേരുമായി ഇന്ത്യൻ എയർലൈൻസിന്റെ IC-814 വിമാനം ടേക്ക് ഓഫിന് തയ്യാറായി നിൽക്കുന്നു. വൈകുന്നേരം 4:15 നേപ്പാളിൽ നിന്നും ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വിമാനം പറന്നുയർന്നു. 4:33-ന് വിമാനം ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതിന് ശേഷം യാത്രക്കാരെന്ന ഭാവേന വിമാനത്തിലുണ്ടായിരുന്ന പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഹർക്കത്തുൽ ജിഹാദ് അൽ ഇസ്ലാമി എന്ന തീവ്രവാദ സംഘടനയിൽപ്പെട്ട 5 പേർ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. ഇബ്രാഹിം അക്തർ, ഷാഹിദ് അക്തർ, സണ്ണി മുഹമ്മദ് ഖാസി, സഹൂർ മിസ്രി, ഷക്കീർ എന്നീ ഭീകരന്മാരായിരുന്നു സീറ്റിൽ നിന്നും എഴുന്നേറ്റത്. ഇവർ ക്യാപ്റ്റൻ ദേവി ശരൺ എന്ന പൈലറ്റിന്റെ കോക്പിറ്റിലേക്ക് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിപ്പിച്ചിരുന്ന ഗ്രനേഡുകളും പിസ്റ്റളുകളും പുറത്തെടുത്ത് തള്ളിക്കയറി. 2 പേർ കോക്പിറ്റിലേക്ക് കടന്നപ്പോൾ 3 പേർ കോക്പിറ്റിന് പുറത്ത് ആയുധങ്ങളുമായി കാവൽ നിന്നു. കോക്പിറ്റിലേക്ക് കടന്നു ചെന്ന ഭീകരർ പൈലറ്റ് ദേവി ശരണിനെ ഗൺ പോയിന്റിൽ നിർത്തുകയും വിമാനം ഹൈജാക്ക് ചെയ്തതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കോക്പിറ്റിന് പുറത്ത് കാവൽ നിന്നിരുന്ന 3 ഭീകരർ യാത്രക്കാരുടെ നേരെ ആയുധങ്ങൾ ഉയർത്തുകയും ആരെങ്കിലും സീറ്റിൽ നിന്നും എഴുന്നേൽക്കുകയോ ചലിക്കുകയോ ചെയ്താൽ ഷൂട്ട് ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന യാത്രക്കാരുടെ സ്ഥിതി അതിദയനീയമായിരുന്നു. പേടിച്ച് നിലവിളിച്ച നിരവധി യാത്രക്കാരെ ഭീകരർ കഠിനമായി മർദ്ദിക്കുവാനും ആരംഭിച്ചു. മാത്രമല്ല എല്ലാവരും സീറ്റിൽ കുനിഞ്ഞിരിക്കുവാനും ഭീകരർ ആവശ്യപ്പെട്ടു. മിനിറ്റുകൾക്കകം 4:56-ന് ഡൽഹിയിലെ എയർ ട്രാഫിക് കൺട്രോളിൽ ഭീകരർ വിമാനം റാഞ്ചിയ വിവരം ലഭിച്ചു. എയർ ട്രാഫിക് കൺട്രോൾ ഈ വിവരം പെട്ടെന്ന് തന്നെ ഉന്നത അധികാരികൾക്ക് കൈമാറി. വിമാനം പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് പറത്താൻ ഭീകരർ പൈലറ്റിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ലാഹോർ എയർപോർട്ടിൽ വിമാനം ലാൻഡ് ചെയ്യാനുള്ള അനുമതി പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ലഭിക്കാത്തതിനാൽ വിമാനം പഞ്ചാബിലെ അമൃത്സർ എയർപോർട്ടിലേക്ക് തിരിച്ചുവിട്ടു. 7 മണിയോടെ വിമാനം അമൃത്സർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഈ വിവരങ്ങൾ ഡൽഹിയിലെ എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റിന് തത്സമയം കിട്ടിക്കൊണ്ടിരുന്നു. ഇന്ധനം നിറയ്ക്കാൻ ആവശ്യപ്പെട്ട ഭീകരന്മാരുടെ ആവശ്യം എയർപോർട്ട് അതോറിറ്റീസ് നിരാകരിച്ചു. കാരണം എയർപോർട്ട് ഗ്രൗണ്ടിലെ സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട പഞ്ചാബിന്റെ അന്നത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് സർബ്ജിത് സിംഗ് ഭീകരന്മാരുടെ റീഫ്യൂവലിംഗ് റിക്വസ്റ്റ് നിരാകരിച്ചു. കാരണം വിമാനത്തിന്റെ എഞ്ചിൻ ഓഫാക്കാതിരുന്നതുകൊണ്ട് ഫൗൾ പ്ലേ എന്ന് സംശയിച്ചാണ് ഇന്ധനം നൽകാൻ വിസമ്മതിച്ചത്. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്നത്തെ ഗവൺമെന്റിന്റെ പ്രതികരണം ഏകോപിപ്പിക്കുന്നതിന് നിയോഗിക്കപ്പെട്ട ന്യൂഡൽഹിയിലെ കൺട്രോൾ ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ CMG അമൃത്സർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരുന്ന വിമാനത്തിന്റെ ടയർ പഞ്ചറാക്കാനുള്ള വിചിത്രമായൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചു. എന്നാൽ ഈ നിർദ്ദേശമനുസരിച്ച് അമൃത്സർ എയർപോർട്ട് ജീവനക്കാർ വിമാനത്തിന്റെ ടയർ ഡാമേജ് ആക്കാനുള്ള ഉപകരണങ്ങളുമായി വിമാനത്തിനെ സമീപിക്കുന്നത് ഹൈജാക്കേഴ്സ് കണ്ടതിനാൽ അവർക്ക് സംശയം തോന്നുകയും അതിനാൽ പൈലറ്റിനെ ഗൺ പോയിന്റിൽ നിർത്തി വിമാനം ടേക്ക് ഓഫ് ചെയ്യിക്കുകയും ചെയ്തു. എന്നാൽ തന്ത്രപരമായി അമൃത്സർ വിമാനത്താവളത്തിൽ വിമാനം തുടരാൻ അനുവദിച്ചുകൊണ്ട് ഒരു കമാൻഡോ ഓപ്പറേഷൻ നടത്താനും മറ്റുമുള്ള മാർഗങ്ങളായിരുന്നു CMG കളഞ്ഞുകുളിച്ചത്. അമൃത്സർ എയർപോർട്ടിൽ നിന്നും പറന്നുയർന്ന വിമാനം പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് പറത്താൻ ഭീകരർ ആവശ്യപ്പെട്ടു. ലാഹോറിലെത്തിയ വിമാനം ഇന്ധനം തീരാറായതിനാൽ ഏതാനും സമയത്തിനുള്ളിൽ തകർന്നു വീഴുമെന്ന് ഹൈജാക്കേഴ്സ് ലാഹോർ എയർപോർട്ട് അതോറിറ്റീസിനെ തെറ്റിദ്ധരിപ്പിച്ചു. അതിനാൽ എയർപോർട്ടിൽ വിമാനം ലാൻഡ് ചെയ്യാനുള്ള അനുവാദം ലാഹോർ എയർപോർട്ടിൽ നിന്നും ലഭിക്കുകയും ചെയ്തു. വിമാനം അവിടെ വെച്ച് ഇന്ധനം നിറയ്ക്കുകയും ചെയ്തു.
അതിനുശേഷം 10:32 വിമാനം അവിടെ നിന്നും ടേക്ക് ഓഫ് ചെയ്യാനും അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലേക്ക് പോകാനും ഭീകരർ പൈലറ്റിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ കാബൂളിലെത്തിയ വിമാനം അവിടെ ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം രാത്രിയിൽ വിമാനങ്ങൾ ലാൻഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കാബൂൾ എയർപോർട്ടിൽ ഇല്ലായിരുന്നു. അതിനാൽ വിമാനം തിരിച്ച് ദുബായിലേക്ക് വിടാൻ ഭീകരർ ആവശ്യപ്പെട്ടു. ഇതേസമയം വിമാനത്തിലെ യാത്രക്കാരുടെ അവസ്ഥ അതിദയനീയമായിരുന്നു. അവർക്ക് കുടിക്കാനുള്ള വെള്ളം പോലും നിഷേധിച്ചതിനാൽ യാത്രക്കാർ അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ തുടങ്ങി. ദുബായിലേക്കുള്ള യാത്രയ്ക്കിടെ ഇത് ചോദ്യം ചെയ്ത 25-കാരനായ രൂബിൻ കത്യാൽ എന്ന യാത്രക്കാരനെ ഭീകരർ വെടിവെച്ചു കൊലപ്പെടുത്തി. ഇത് കണ്ടുകൊണ്ടിരുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന യാത്രക്കാർ ജീവച്ഛവമായി തീർന്നു. ഡിസംബർ 25 രാവിലെ 1:32 വിമാനം ദുബായ് വ്യോമസേന എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അവിടെ വെച്ച് പേടിച്ച് അത്യാസന്ന നിലയിലായ 27 യാത്രക്കാരെ ഭീകരർ മോചിപ്പിച്ചു. കൂടാതെ ഭീകരന്മാരുടെ വെടിയേറ്റ് മരിച്ച രൂബിൻ കത്യാൽ എന്ന യുവാവിൻ്റെ മൃതദേഹം ഭീകരർ വിമാനത്തിൽ നിന്നും എയർപോർട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ദുബായ് എയർപോർട്ടിൽ നിന്നും വീണ്ടും റീഫ്യൂവൽ ചെയ്ത വിമാനം ബാക്കിയുള്ള 162 പേരുമായി രാവിലെ 6:20 ദുബായ് എയർപോർട്ടിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ വിമാനത്താവളത്തിലേക്ക് ഭീകരന്മാരുടെ നിർദ്ദേശപ്രകാരം യാത്രയായി. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം രാവിലെ 8:33 വിമാനം അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ വിമാനത്താവളത്തിൽ വന്നിറങ്ങി. താലിബാന്റെ നിയന്ത്രണത്തിലുള്ള അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ വിമാനത്താവളം ഹൈജാക്കേഴ്സിന് എല്ലാം കൊണ്ടും സുരക്ഷിതമായ താവളമായിരുന്നു. ഇന്ത്യൻ ജയിലുകളിൽ കസ്റ്റഡിയിൽ കഴിയുന്ന മസൂദ് അസ്ഹർ, അഹമ്മദ് ഒമർ, മുഷ്താഖ് അഹമ്മദ് എന്നീ കൊടും ഭീകരരെ നിരുപാധികം വിട്ടയക്കാനായിരുന്നു ഭീകരന്മാരുടെ ആവശ്യം. ഇവരെ വിട്ടയച്ചില്ലെങ്കിൽ വിമാനത്തിലുള്ള ബന്ദികളെ ഓരോരുത്തരായി വധിക്കും എന്നും ഹൈജാക്കേഴ്സ് ഭീഷണിപ്പെടുത്തി. ഈ ആവശ്യങ്ങൾ അന്നത്തെ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ ഭീകരർ അറിയിച്ചു. എന്നാൽ ഈ വിമാനം കാഠ്മണ്ഡുവിൽ നിന്നും ഹൈജാക്ക് ചെയ്തത് മുതൽ ഇന്ത്യൻ അതോറിറ്റീസിൻ്റെ പ്രവർത്തനങ്ങൾ നിരാശാജനകമായിരുന്നു. ഒരു കമാൻഡോ ഓപ്പറേഷൻ അല്ലെങ്കിൽ വേറെ മാർഗങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയും ഇന്ത്യ വിനിയോഗിച്ചില്ല. വിമാനം പഞ്ചാബിലെ അമൃത്സറിൽ ലാൻഡ് ചെയ്തപ്പോഴും തന്ത്രപരമായി വിമാനം അവിടെ തുടരാൻ അനുവദിക്കാനും രക്ഷാദൗത്യം ഏകോപിപ്പിക്കാനുമുള്ള മാർഗങ്ങൾ വിനിയോഗിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല. അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ ദുരിതപൂർണമായ 6 ദിവസങ്ങൾ വിമാനത്തിലെ ബന്ദികൾക്കും ക്രൂ മെമ്പേഴ്സിനും കഴിയേണ്ടി വന്നത് വളരെ ദുസ്സഹമായിരുന്നു. മരണഭീഷണി, ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും സ്ഥിരമായി കഴിക്കാറുള്ള മരുന്നുകളുടെയും ഉറക്കത്തിൻ്റെയും അഭാവം, മാനസിക സമ്മർദ്ദങ്ങൾ എന്നിവ അനുഭവിച്ച യാത്രക്കാർ നരകതുല്യമായ 6 ദിവസങ്ങൾ വിമാനത്തിൽ തള്ളി നീക്കി. അവസാനം 7-ാം ദിവസം ഇന്ത്യൻ ഗവൺമെൻറ് ഹൈജാക്കേഴ്സിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും അവർ ആവശ്യപ്പെട്ട 3 ഭീകരന്മാരെയും വിട്ടുനൽകുകയും ചെയ്തു. അങ്ങനെ കാണ്ഡഹാറിൽ നിന്നും 1999 ഡിസംബർ 31 ബാക്കിയുള്ള ബന്ദികളെയും വിമാനത്തിലെ ക്രൂ മെമ്പേഴ്സിനെയും ചേർത്ത് 162 പേരെ 2 പ്രത്യേക വിമാനങ്ങളിൽ ഡൽഹിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. തട്ടിയെടുത്ത വിമാനം 2000 ജൂൺ 1 ഉച്ചയ്ക്ക് 12:22 ഡൽഹിയിലേക്ക് തിരിച്ചു. 7 ദിവസത്തിന് ശേഷം മോചിപ്പിച്ച വിമാനത്തിലെ ബന്ദികൾക്കും ക്രൂ മെമ്പേഴ്സിനും നിവർന്നു നിൽക്കാൻ പോലും ആവാത്ത അവസ്ഥയായിരുന്നു. മിക്ക ആളുകളും കഠിനമായ മാനസിക സമ്മർദ്ദവും മരണഭീതിയും നിമിത്തം മാനസിക രോഗത്തിൻ്റെ വക്കിൽ വരെ എത്തുകയും മിക്കവരും മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരായി മാറുകയും ചെയ്തു. കൂടാതെ ഈ 7 ദിവസവും സ്ഥിരമായി കഴിക്കുന്ന ജീവൻ രക്ഷാ മരുന്നുകൾ ഉപയോഗിക്കാത്തത് മൂലം പലരുടെയും അവസ്ഥ അതിഗുരുതരമായിരുന്നു. ഈ 7 ദിവസങ്ങളും ലോകരാജ്യങ്ങളെല്ലാം തന്നെ സംഭവങ്ങൾ ഉറ്റുനോക്കി വിലയിരുത്തിക്കൊണ്ടിരുന്നു. ധാരാളം അവസരങ്ങളുണ്ടായിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന അന്നത്തെ ഗവൺമെൻറ് മറ്റുള്ള ലോകരാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് തന്നെയും അനേകം വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ആകെ നാണം കെട്ട ഇന്ത്യൻ സുരക്ഷാ സംവിധാനത്തിൻ്റെ സുപ്രധാന പോരായ്മകൾ തുറന്നുകാട്ടിയ ഈ സംഭവം രാജ്യത്തിൻ്റെ ആധുനിക ചരിത്രത്തിലെ ഒരു കളങ്കമായി ഇന്നും തുടരുന്നു. ഈ 3 ഭീകരരെ വിട്ടുകൊടുക്കാനായിരുന്നുവെങ്കിൽ ആദ്യം തന്നെ അത് ചെയ്യാമായിരുന്നു. അതിനു പകരം യാത്രക്കാരും ക്രൂ മെമ്പേഴ്സും ചേർത്ത് 162 പേരെ 7 ദിവസത്തോളം ബന്ദികളാക്കി മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ അനുഭവിപ്പിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്ന് രാജ്യത്തിൻ്റെ പല കോണിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഏതായാലും ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യക്ക് തലകുനിക്കേണ്ടി വന്ന സംഭവമായിരുന്നു ഇത്.